അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എന്തോന്നേ അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. ഞാൻ കൂടുതൽ ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. നീ ഏതെങ്കിലും 73ാമത്തെ മേളകർത്താരാഗത്തിനെ കുറിച്ച് ചോദിക്കായിരിക്കും. അല്ല, ഒരു സംശയം വന്നു ഇവിടെ. ഇങ്ങനെ എന്തായിരിക്കും ഈ കാളരാഗം? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അത് നീ നല്ലൊരു ആങ്കറാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. അവളുള്ള സത്യം പറയാണത്. എനിക്ക് വേറെ അല്ല, ക്ഷണക്കത്ത് തൊട്ട് ഈ മനുഷ്യൻ ഇവിടെ ഉണ്ട്. അപ്പൊ പുള്ളിയോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത് എടാ എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു രാഗം ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാതെ എത്ര രാഗമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളോട് അതൊക്കെ പഠിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടിത്തം ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെടില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കും ഇഷ്ടപ്പെടില്ല. അതല്ല ഉദ്ദേശം, എനിക്ക് തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കുറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഈ വിട്ടിത്തം ചോദിച്ചാൽ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തമാശ നമ്മൾ അതങ്ങനെ എടുക്കത്തില്ല. ഒരാൾ മുമ്പിൽ ഇരിക്കുന്നത് എന്ത് പണ്ടത്തിൽ ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതാണ് പറഞ്ഞത്. ഇപ്പൊ നിന്റെ വായന എന്തെങ്കിലും ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. ചോദ്യം എന്നാ ഞാൻ ചില ചോദിക്കട്ടെ. നിനക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അല്ല നീ എന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? എടി ഇങ്ങോട്ട് നോക്ക്. ഇതെന്ത് കാര്യം? പ്രൊഡ്യൂസറുടെ ഓരോ ഐഡിയ. അയ്യോ മക്കളെ കരയല്ലടാ. ഇനി വന്നേ, ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. എടാ ഇന്ന് ഏപ്രിൽ 1 ഒരു ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ചത്. ഞങ്ങള് നീ അങ്ങനെ വിചാരിച്ചാൽ അല്ല ആദ്യം മൂക്കള തുടക്കി. എടാ ഏപ്രിൽ 1 ഞാനങ്ങനെ പറയൂ? താനങ്ങനെ പോണേ. അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഈ ജന്മത്തിൽ നിന്നോടൊക്കെ സംസാരിക്കുവോ? ഇതിന്റെ പിന്നിൽ ചില കറുത്ത കൈകളുണ്ട്. കറുപ്പ് നീലേ. അവരാണ് പറഞ്ഞത് നിന്നോട് ഇങ്ങനെ പെരുമാറണം. ഏപ്രിൽ ഫൂൾ കരയിക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. ഒരു 2 ലൈൻ എന്തെങ്കിലും പാടിത്താ. ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ പോകുന്നു. ബൈ ബൈ.